ഒരു മിന്നൽ പിണർ ആകാശത്തേക്ക് കീറിമുറിക്കുമ്പോൾ ആദിമ മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൻ അറിയില്ലായിരുന്നു ഒരിക്കൽ ഈ ശക്തി മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന്. വൈദ്യുതിയുടെ കഥ വളരെ പഴക്കമുള്ളതാണ്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ശാസ്ത്രജ്ഞനായ താലിസ് ആംബർ ഉരച്ചപ്പോൾ ചെറിയ വസ്തുക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ശ്രദ്ധിച്ചു. ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ആദ്യകാല നിരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ പ്രശസ്തമായ പട്ടം പരീക്ഷണം നടത്തി. മിന്നൽ വെറും പ്രകൃതിയുടെ അത്ഭുതമല്ല, അതും വൈദ്യുതിയാണെന്ന് മനുഷ്യർ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി. 1831 മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കി. കാന്തിക ക്ഷേത്രത്തിലെ മാറ്റം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇതാണ് ആധുനിക ജനറേറ്ററുകളുടെ അടിസ്ഥാന തത്വം. പിന്നീട് രംഗത്തെത്തിയത് തോമസ് എഡിസണും നിക്കോള ടെസ്ലയും. എഡിസൺ പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന വൈദ്യുതി ബൾബ് വികസിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. അതേസമയം ടെസ്ലയുടെ AC വൈദ്യുതി സംവിധാനം ദൂരത്തേക്ക് വൈദ്യുതി എത്തിക്കുന്നതിൽ നിർണായകമായി. പിന്നീട് പവർ സ്റ്റേഷനുകൾ നിർമ്മിക്കപ്പെട്ടു. ജനറേറ്ററുകളിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ട്രാൻസ്ഫോമറുകളുടെ ഉയർന്ന വോൾട്ടേജിലേക്ക് മാറ്റി. വലിയ ട്രാൻസ്മിഷൻ ടവറുകളിലൂടെ വൈദ്യുതി നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എത്തിത്തുടങ്ങി. ഒരു കാലത്ത് ഇരുട്ടിലായിരുന്ന നഗരങ്ങൾ പതിയെ പ്രകാശിച്ചു. വീടുകൾ, ഫാക്ടറികൾ, ആശുപത്രികൾ, റെയിൽവേകൾ എല്ലാം വൈദ്യുതിയാൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് വൈദ്യുതി നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ആശുപത്രികളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും എത്തി നിൽക്കുന്നു. മിന്നലിൽ നിന്ന് തുടങ്ങിയ അത്ഭുതം ഇന്ന് മനുഷ്യ നാഗരികതയുടെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. ഇതാണ് വൈദ്യുതിയുടെ കഥ.